ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബെറ്റ ബ്രീഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ബെറ്റനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനാണ്. ഞാനിപ്പം എടുത്തിട്ടുള്ള പെയറെന്ന് പറയുമ്പോൾ തായ് ഫ്ലാഗിൻ്റെ ഒരു പെയറാണ്, നല്ലൊരു പെയറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് നല്ല രീതിക്ക് അത് സെറ്റാവുകയും ചെയ്ത് നല്ലോണം നല്ല എഗ്ഗൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ നമ്മൾ ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്രീഡ് ചെയ്യിക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ബെറ്റിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിന് 5-6 ദിവസം മുമ്പേ നമ്മൾ വെള്ളം പിടിച്ച് വെക്കണം, ആൽമണ്ട് ലീഫൊക്കെ ഇട്ട്. എന്നിട്ട് ഞാൻ ഇടുന്ന ഫ്രോഗ് ബിറ്റ് പ്ലാന്റ് ആണ്. ഇത് ആമസോൺ ഫ്രോഗ് ബിറ്റ്, അതൊരു 3 ഇടുന്നുണ്ട് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ ആക്കിയിട്ട് നമ്മൾ ഫിഷിനെ ഇടണം. ഞാനിപ്പം മെയിൽ ഫിഷിനെ ഫസ്റ്റ് ഇടുന്നുണ്ട്. മെയിൽ ഫിഷിനെ ഫസ്റ്റ് ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഫീമെയിൽ ഫിഷിനെ ഇടാൻ നോക്കും. ഞാനാണെങ്കിൽ ഡയറക്റ്റ് ഇറക്കി വിടാറാണ് ചെയ്യുന്നത്. ഒരു ബൗള് അതിനെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രം നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഫിഷിനെ ഒരു 2-3 മണിക്കൂർ കണയെ വെച്ചിട്ട് അങ്ങ് ഇറക്കി വിടാൻ. ഒരുപാട് ഒറ്റ ദിവസം നോക്കി ഇരിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഇറക്കി വിടും. അത് എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഒരു ഫീമെയിൽ ഫിഷ് താഴെ പോയത് തന്നെ ഉണ്ടോ. അപ്പോൾ ഞാൻ പിടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം അതിനകത്തേക്ക് ആഡാക്കുന്നുണ്ട്. അപ്പം ഇട്ട പാടെ ഫ്ലെയറിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടേ, ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പയ്യെ അത് സെറ്റായി വരുമ്പോൾ 2-3 മണിക്കൂറൊന്ന് നോക്കിയിരിക്കണം. എന്നിട്ട് പ്ലാസ്റ്റിക് കവർ ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫീമെയിൽ ഫിഷിനെ ഇറക്കി വിടാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ് ഇറക്കി വിടുമ്പോൾ ഈ സന്ധ്യ സമയത്തൊക്കെ ഇറക്കി വിടുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഈ ഒരു രാത്രിയൊക്കെ ആ ഒരു സമയമില്ലേ, ആ ഒരു സമയത്തൊക്കെ ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്. അപ്പം അത്രയും സമയത്ത് കാണത്തില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ബ്രീഡിംഗ് ടെൻഡൻസി ഒക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ ഞാൻ നല്ല രീതിക്ക് ഇങ്ങനെ എഗ്ഗൊക്കെ ലേ ചെയ്താൻ തുടങ്ങി. എന്നിട്ട് ഫീമെയിൽ ഫിഷ് ഈ ഒരു രൂപത്തിലോട്ട് പോവും. എന്നിട്ട് എഗ്ഗൊക്കെ താഴോട്ട് പോവുമായിരിക്കും. എന്നിട്ട് നമ്മൾ മെല്ലെ എന്നെ ഡിസ്റ്റർബൊന്നും ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ എപ്പോഴെപ്പോഴും നോക്കാൻ നിൽക്കില്ല, സൗണ്ടൊന്നും അധികം ഉണ്ടാക്കല്. അതുകൊണ്ട് നല്ല ബ്രീഡിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇനി ഒരു 5-6 മണിക്കൂറത്തേക്ക് ഇതേ പ്രോസസ്സ് ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ കൊണ്ട് അവിടെ താഴെ കിടക്കുന്നതാണ്. അതങ്ങനെയാണ്, അതിങ്ങനെ മേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴെ പോയി കിടക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് മെയിലും ഫീമെയിലും കൂടെ ഇതിൻ്റെ ഈ എഗ്ഗ് ആണെങ്കിൽ കളക്ട് ചെയ്തുകൊണ്ട് ഒരു ബബിൾ നെസ്റ്റിൽ കൊണ്ടുവെക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ എഗ്ഗ് കാണാം, കുറച്ച് എഗ്ഗുകളിൽ. പക്ഷേ അത് മേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് എഗ്ഗ് ആയിക്കോളും. അപ്പോൾ മെയിൽ ഫീമെയിലും കൊണ്ട് ബബിൾ നെസ്റ്റിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഫീമെയിൽ ഫിഷ് ഇങ്ങനെ കിടക്കും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇച്ചിരി എഗ്ഗൊക്കെ അതിൻ്റെ പുറത്ത് കണ്ടോ. അപ്പോൾ അത് താഴെ പോകുന്നുണ്ട് എഗ്ഗ്. എന്നിട്ട് മെയിൽ ഫീമെയിലും കൂടെ ഇത് കളക്ട് ചെയ്ത് അതേ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ മെയിൽ ഫിഷ് ഇത് ഒരുപാട് നേരം ഇങ്ങനെ മേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ മെയിൽ ഫിഷ് എൻ്റെ മെയിൽ ഫിഷ് ആണെങ്കിൽ അത് ആദ്യമേ ഒന്നും എഗ്ഗ് കളക്ട് ചെയ്യുന്നില്ലായിരുന്നു, ഫീമെയിൽ മാത്രമുള്ളായിരുന്നു. പിന്നെ മെയിലും കൂടെ എഗ്ഗ് കളക്ട് ചെയ്ത് കൊണ്ടുവെക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് നമ്മൾ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കല് ഇതുണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എഗ്ഗ് ലോഡായ ഒരു ഫീമെയിൽ ഫിഷാണ്. ഞാനിപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് കണ്ടീഷൻ ചെയ്യുന്നതാണ്. ഞാൻ ബ്രീഡാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, പക്ഷേ നടന്നില്ല. എന്നിട്ട് ബ്രീഡിങ് കഴിഞ്ഞ് ഇതുപോലെ ആകും, മനസ്സിലായില്ലേ. അതായത് മെയിൽ ഫിഷ് നല്ല രീതിക്ക് തന്നെ ഫീമെയിലിനെ കൊത്തി ഓടിക്കും. ഉണ്ടോ, ഫീമെയിലിനെ ചിറകൊന്നും അധികം കട്ടായിട്ടൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് അപ്പം തന്നെ ഞാൻ നോക്കിയിരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉപ്പ് വെള്ളത്തിലോട്ടും ഫംഗി ബ്ലൂവിനകത്ത് വെള്ളത്തിലോട്ടും ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എഗ്ഗ് ഹാച്ച് ആകുന്നതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം പാർട്ടായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.